ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 21-ാം വാക്യം. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഈശോ ജനക്കൂട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യമായത് അല്ലെ, സീസറിനുള്ളത് സീസറിന് കൊടുക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഇന്നത്തെ ലോകത്തിനും ഈശോയ്ക്ക് നൽകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശവും ഇത് തന്നെയാണ്. നീ ദൈവത്തിനുള്ളത് കൊടുക്കുന്നുണ്ടോ? ഒരു വലിയ ചോദ്യചിഹ്നം അല്ലെ. പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ഈ ലോകത്തില് ഭൗതികമായ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട് അല്ലെ, അത് കൃത്യമായിട്ട് അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് നൽകിയ നിയമങ്ങൾ പാലിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ദൈവത്തെ മാറ്റി നിർത്തി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തെ സ്നേഹിക്കുകയും ലോക സുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെയൊക്കെ വലിയൊരു പരാജയവും ഇത് തന്നെയാണ്. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തെ സ്നേഹിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നീ ദൈവത്തിന് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും ഇന്ന് ദൈവത്തിന് സമയം പോലും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ദൈവസന്നിധിയിൽ വരുവാനായിട്ടോ അവനോട് പ്രാർത്ഥിക്കുവാനായിട്ടോ സമയമില്ലാതെ ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഈ ലോകത്തിനും ഈ ലോക സുഖങ്ങൾക്കും നമ്മുടെ ജീവിതത്തില് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവ നേടിയെടുക്കാനായിട്ടുള്ള നെട്ടോട്ടമാണ് നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. പലപ്പോഴും അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ദൈവത്തെ നമ്മൾ മറന്ന് മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോകുന്നത്? അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വന്ന് അവന്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോകുന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ഞാൻ ദൈവത്തെ സ്നേഹിച്ചാല് എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തില് 1-ാം സ്ഥാനം കൊടുത്താല് ഒരിക്കലും ദൈവത്തെ മാറ്റി നിർത്തി ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ ഞാൻ പോകത്തില്ല. എൻ്റെ ദൈവം എന്നോട് പറയുന്നത് കൃത്യമായിട്ട് പാലിക്കാനായിട്ട് അനുസരിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. എൻ്റെ ഈ ലോക ജീവിതത്തില് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് എന്താണ്? ഈ ലോകത്തിനാണോ എൻ്റെ ദൈവത്തിനാണോ എൻ്റെ ജീവിതത്തില് പ്രമുഖ സ്ഥാനം? ദൈവത്തിനാണ് ഞാൻ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് എനിക്ക് എന്നാൽ മാത്രമേ അവന്റെ കൽപ്പന എൻ്റെ ജീവിതത്തില് പ്രാവർത്തികമാക്കുവാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമായിരിക്കട്ടെ. ദൈവത്തിന് വേണ്ടി മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുവാനായിട്ട് അവന്റെ വചനം അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് അവന്റെ ഒപ്പം ഇരുന്ന് അവനിൽ നിന്ന് ശക്തി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.